നമസ്കാരം. വേദജ്യോതിഷപ്രകാരം മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കും. വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന ഒരു വിഷമം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മറന്നേക്കൂ. ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർക്ക് ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന 11 നക്ഷത്ര ജാതകർക്കും വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. തനിക്ക് എന്നും ദുഃഖം തന്നെയാണല്ലോ, തൻ്റെ സങ്കടങ്ങളൊന്നും മാറില്ലേ, ഇതിനൊരു പ്രതിവിധിയില്ലേ എന്ന് വേവലാതിപ്പെടുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഗുണാനുഭവത്തിൻ്റെ സമയം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. വേദജ്യോതിഷപ്രകാരം ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇവരുടെ മുന്നിൽ തെളിയുന്നത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ്. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇനിയുള്ള നാളുകൾ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ നക്ഷത്ര ജാതകർ വലിയൊരു നേട്ടത്തിലേക്കാണ് എത്തിച്ചേരുക. അതിൻ്റെ കാരണം എന്താണ്, ഇവർക്കിങ്ങനെ ഒരു ഭാഗ്യാനുഭവം വന്നു ചേരുവാനുള്ള കാരണം എന്താണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇനി വന്നു ചേരും. ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ, ഈ 11 നക്ഷത്ര ജാതകരും എത്തുന്നത്. മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഇവർക്ക് നല്ല നാളുകൾ തുടങ്ങുകയായി. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക. മറ്റ് മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തുക. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ വലിയൊരു ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യത്തെ ആ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കർക്കിടകൻ രാശിയിലെ പുണർത്തവും പൂയവും ആയില്യവുമാണ്. ഇവർക്കിനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ഈ മാർച്ച് മാസത്തിൽ ഇവർക്ക് മാറിക്കിട്ടും. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ഇഷ്ടകാര്യസാധ്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന സമയം. ആഗ്രഹിച്ച ധനം, ആഗ്രഹിച്ച സ്വസ്ഥത, സമാധാനം, സന്തോഷം ഇവയൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയുടെ 9ാം ഭാവത്തിൽ നിൽക്കുന്നതും ഇവർക്ക് ധനലാഭം, ഭാഗ്യക്കുറിയിലൂടെ സമ്മാനം അടിക്കുക, ഇതിനൊക്കെ കാരണമാകും. എല്ലാ രീതിയിലും നേട്ടമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകരെ തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇനിയുള്ള നാളുകൾ ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെതാണ്, ഏറ്റവും അധികം നേട്ടത്തിൻ്റെതാണ്. ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സമയമാണ്. അടുത്ത 3 നക്ഷത്ര ജാതകർ അത് ചിങ്ങക്കൂറുകാർ തന്നെയാണ്. ചിങ്ങക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കണ്ടകശനിയുടെ കാലഘട്ടമൊക്കെ തന്നെയാണ്. എന്നാൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളെയും ഒക്കെ മാറ്റുവാൻ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും.
വ്യാഴം ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ശുക്രൻ്റെ ചില ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ശുക്രൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിലാണ്. അതും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ തരും. ബുധൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് കാര്യജയം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസ്സുഖം, സാമർഥ്യം എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് കാരണമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എന്നാൽ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നാണ് തൻ്റെ ദുഃഖങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുന്നത് എന്ന് പലവട്ടം നിങ്ങൾ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് കുംഭക്കൂറുകാരാണ്. അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും അടങ്ങിയ കുംഭക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിന്നാൽ ധനാഭിവൃദ്ധിയാണ്. ധനത്തിനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കിനി വരില്ല. ധാരാളം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തിൽ നടന്നു കിട്ടും. നിങ്ങളെ സംബന്ധിച്ചൊരു സംശയമുണ്ടാകും. മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഈ കടങ്ങളൊക്കെ തീരുമോ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ എന്ന്. സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. ശുക്രൻ ജന്മരാശിയുടെ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയാണ് തരുന്നത്. വിദേശ യാത്രയ്ക്കൊക്കെ യോഗം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടമാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. ഈ മാർച്ച് മാസം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്ന സമയമാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് കുംഭക്കൂറുകാർ. ഞാൻ പറഞ്ഞു കർക്കിടകൻ രാശിയിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും നല്ല സമയമാണ് എന്ന്. ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും നല്ല സമയമാണ് എന്ന് പറഞ്ഞു. കുംഭക്കൂറിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും നല്ല സമയമാണ് എന്ന് പറഞ്ഞു. ഇനി 2 നക്ഷത്ര ജാതകർ കൂടിയുണ്ട്. ഇവർക്കും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ഈ 11 നക്ഷത്ര ജാതകരും മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ആശിച്ചതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്ര ജാതകരെത്തുന്നത്. ഇത് എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. അടുത്തത് മീനക്കൂറുകാരാണ്. മീനക്കൂറിലെ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ഇവർക്കും ഭാഗ്യമാണ്. ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. നിരന്തരമായ ദുഃഖങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയൊരു സമൃദ്ധി വന്നു ചേരുമോ എന്നുള്ള ചില വിചാരങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാകാം. നിരന്തര ദുഃഖങ്ങൾ, അലച്ചിൽ, ഏഴാണ്ടശനി കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കേസ് വഴക്കുകളുണ്ടാകും. അതുപോലെ തന്നെ പല അരിഷ്ടതകളും വന്നു ചേരും. സന്താനങ്ങൾക്ക് രോഗപീഠകൾ, ധനധാന്യ നഷ്ടങ്ങൾ, ശരീരപീഡ, മനക്ലേശം, സഞ്ചാര ദുരിതം. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ചില ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരാം. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഈ മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു. അത് ഇവർക്ക് സൗഭാഗ്യങ്ങൾ തരും. മാർച്ച് മാസത്തിൽ ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. ചന്ദ്രൻ ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നതും ഇവർക്ക് ഭാഗ്യമാണ്. ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതൊന്നും ചില സമയങ്ങളിൽ നടക്കാറില്ല. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക്, ഒരുപാട് നേട്ടത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക്,
അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകരെത്തും. അതിനൊരു സംശയവും വേണ്ട. ഇത് എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കാൻ പോവുകയാണ്. മീനക്കൂറിലെ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഉറപ്പിക്കാൻ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. മീനക്കൂറുകാർക്ക് ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് കുടുംബത്തിൽ സൗഖ്യമുണ്ടാകണം. അത് ഈ വേദജ്യോതിഷ പ്രകാരം ഈ മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച്, എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ഉള്ളിലെ ആശ നിറവേറും. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഐശ്വര്യത്തിൻ്റെ സമയമാണ്, അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.